ഭയങ്കര മൂഡ് ചേഞ്ച് ഇല്ലേ അവൾക്ക്? അല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ മൂഡ് സ്വിങ്സ് കാരണം നിങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും. ഓർത്ത് വെച്ചോളൂ, ഒരു മാസത്തിൽ 4 വട്ടം നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് മൂഡ് സ്വിങ് ഉണ്ടാവും. ഫോളിക്കുലർ, ഓവുലേഷൻ, ലറ്റേൽ ആൻഡ് മെൻസ്ട്രേഷൻ. ഈ 4 ഘട്ടങ്ങളിലായി സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും മൂഡ് സ്വിങ്സ് വരുമെന്നേ. അവൾക്ക് ആ സമയത്ത് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. അവൾ വല്ലാണ്ട് തകരും. അവർ മൊത്തത്തിൽ അവളുടെ ഹോർമോൺസ് ചേഞ്ച് ആവും. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിലപ്പോൾ ഉഴരും. അവളുടെ വിശപ്പ് കൂടും, അവളുടെ ഉറക്കം കുറയും, ചിലപ്പോൾ കൂടുതൽ നേരം ഉറങ്ങും. വളരെ ക്രേസി ആയിട്ടുള്ള ബിഹേവിയേഴ്സിലൂടെയൊക്കെ അവൾ കടന്നു പോകും. അത് അവളുടെ തെറ്റല്ല, ഇപ്പറഞ്ഞ ഹോർമോണുകളുടെ ചേഞ്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതകാലത്തിലുണ്ടല്ലോ അവൾക്ക് 30 ലിറ്റർ ബ്ലഡാണ് നഷ്ടപ്പെടുന്നത്. കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതാണ് അതിൻ്റെ അറിവ്. ഒരു സ്ത്രീയുടെ 30 ലിറ്റർ ബ്ലഡാണ് ജീവിതകാലത്ത്. അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ തന്നെ അറൗണ്ട് 100 ml ബ്ലഡ് പോവാണ്. എല്ലാ മാസവും ഇത് സംഭവിക്കല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഉണ്ടല്ലോ, അവൾ എന്ത് പറയുന്നു, ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, എങ്ങനെയായിരിക്കും അവളുടെ വേദന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്ക് ഒരുപക്ഷെ മനസ്സിലാകാവുന്നതിൻ്റെയും മുകളിലാണ്. ഇവരത് ശീലിച്ച് കഴിഞ്ഞല്ലോ. നമുക്കിത് പീരീഡ്സ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. ആ പീരീഡ്സിന്റെ ടൈമിലുണ്ടാകുന്ന ഇവരുടെ വേദന എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് പറ്റാത്തത്രത്തോളം വലുതാണ്. നമുക്കവിടെ ഇവരെ പാമ്പർ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടെ തന്നെ ഇരുന്ന് അതൊന്നും വേണ്ട. പകരം റെസ്പെക്ട് കൊടുത്താൽ മതി. അവരുടെ ഒരു സ്പേസ് കൊടുത്താൽ മതി. ആ സ്പേസിൽ നമ്മളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അവരോടൊപ്പം നീ ഓക്കെയാണ്, ഞാനുണ്ട് കൂടെ എന്ന് നമ്മൾ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പറ്റിയാൽ നമുക്കവരെ ഒന്ന് തഴുകിക്കൊടുക്കാനായാൽ അവർക്കത് സ്വർഗമാണ്. അതിലൊക്കെ അവർക്ക് നമ്മളോട് തോന്നുന്ന ഇഷ്ടം വലിയൊരു സ്കെയിലിലാണ് ഉണ്ടാവുക. ഓരോ തുള്ളി രക്തവും നഷ്ടപ്പെടുമ്പോഴും, മൂഡ് വല്ലാണ്ട് ഉടയുമ്പോഴും, ശരീരം വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവൾ വീട്ടിലെ പണി ഒതുക്കുന്നുണ്ട്. അവൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വളരെ നന്നായി നോക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഇത്രയും വലിയ വേദന പരമാവധി പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഥവാ കാണിക്കുന്നതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവനോട് മാത്രം കാണിക്കുകയും മറ്റുള്ളവരോടൊക്കെ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്ന ഒരു സമയമാണ്, ഒരു പീരീഡാണത്, ഒരു ടൈം പീരീഡാണത്. ഒരു മാസത്തിൽ 4 വട്ടം നിങ്ങളുടെ സ്ത്രീയുടെ മൂഡ് മാറും. അതിൻ്റെ റീസൺ ഈ പറഞ്ഞതാണ്. അവർക്ക് ആവശ്യമായ ബഹുമാനവും ഇഷ്ടവും സ്നേഹവും കൊടുത്ത് ഒപ്പമുണ്ട് എന്നൊന്ന് തോന്നിപ്പിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യൂ, എന്നിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യൂ. വരക്കട്ടെ പ്രകാശം.